എവ്രി വൺ. കുറെ പച്ചക്കറികൾ കഴിട്ട് ഞാൻ എന്താ ഇന്ന് വന്നിരിക്കണേന്നല്ലേ, നമുക്കൊരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്കിപ്പോൾ ദോശയാണെങ്കിലോ അല്ലെങ്കിൽ ഇഡ്ഡലിക്ക് ആണെങ്കിലോ തലേദിവസം തന്നെ പ്രിപ്പറേഷൻ ചെയ്ത് വെക്കണ്ടേ. ഇതാവുമ്പം കുറച്ച് സോസും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു ടൊമാറ്റോ ചട്നിയോ ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുന്ന ഒരു കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് കേട്ടോ. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പം കുറച്ച് ഓയിലാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ല, കാരണം ഇത് ചട്ടിയിൽ നിന്ന് കിട്ടണമെങ്കിൽ കുറച്ച് ഓയിൽ വേണം. 1 ഒനിയൻ ആണ്, ഒരു നോർമൽ ഒനിയൻ ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 കുഞ്ഞു തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ ഒരു എണ്ണ മതി. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം, കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ഇത് ടോട്ടലി അപ് ടു യു ആണ് കേട്ടോ, നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ്. ഇത് ക്യാപ്സിക്കം ആണ് എടുത്തിരിക്കുന്നത്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ റോ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബീറ്റ്റൂട്ട് വേണമെങ്കിൽ അത് എടുക്കാം. അതുപോലെ മല്ലിച്ചപ്പ് പുതിന എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, സാധാരണ മല്ലിച്ചപ്പും പുതിനയും കൂടെ ഞാൻ ഇടുന്നതാണ്. പിന്നെ വന്നിട്ട് ക്യാബേജ് ആണ് എടുത്തിരിക്കുന്നത്. സാധാരണ ഞാൻ ക്യാബേജ് എടുക്കണമെന്ന് വെച്ചാൽ എതളിങ്ങനെ പൊളിച്ചെടുത്തിട്ട് കഴുകിയിട്ടാണ് ഞാൻ അരിയാറ്. അല്ലാതെ നമ്മൾ അരിഞ്ഞിട്ട് കഴുകുന്നതുണ്ടല്ലോ, സാധാരണ ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഞാനൊന്ന് പറയാമെന്ന് വിചാരിച്ചു. മാവ് തയ്യാറാക്കുന്നതിലേക്ക് ഈ സംഭവത്തിന് ഞങ്ങളുടെ നാട്ടിൽ കരണ്ടി എന്നാണ് കേട്ടോ പറയുക, ലെയ്തിലാണ് സംഭവം വന്നിട്ട്. അപ്പം ഈ ഒരു 2 കരണ്ടിയിലേക്ക് ഗോതമ്പ് പൊടിയിലേക്ക് 1 കരണ്ടി കടലപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെയാണ് മാവ് ചെയ്യുന്നത്. പിന്നെ ആ വെജിറ്റബിൾസിലേക്ക് ഇട്ടിട്ട് കുഴയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉപ്പാണ് എടുത്തിരിക്കുന്നത്, ഉപ്പ് ആവശ്യത്തിനാണ്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് എടുക്കുക. പിന്നെ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഈ ഒരു സ്പൈസി ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഇനി 2-3 ക്ലവ് ഗാർലിക്കിൻ്റെതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വെള്ളം ആവശ്യത്തിന്. ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കിട്ടുന്ന സമയത്ത് എന്താ വെച്ചാൽ വല്ലാതെ വെള്ളമായി കഴിയുമ്പോൾ ചട്ടിയിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാവും. കറക്റ്റായിട്ട് നമുക്കത് അങ്ങനെ മുറിഞ്ഞു പോവുകയും ചെയ്യും. കറക്റ്റ് മറച്ചിടാനൊന്നും പറ്റില്ല. സാധാരണ ഞാൻ ഇങ്ങനെ ഈ രീതിയിലാണ് ഉണ്ടാക്കുക, 2 ഭാഗവും ഇട്ട് മറച്ചിട്ടിട്ടാണ് ഉണ്ടാക്കുക. നല്ല ലോ ഫ്ലെയിമിലാണ് ഇട്ട് ഉണ്ടാക്കേണ്ടത്. കുറച്ച് സമയം വേണം കുക്ക് ചെയ്യാനായിട്ട്, പക്ഷെ 1-2 എണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയും. ഓക്കെ, അപ്പോൾ 2 സമയം എടുത്താലും കുഴപ്പമില്ല, രാവിലെ ലേറ്റ് ആയാലും നമുക്ക് പെട്ടെന്ന് പരിപാടി ഉണ്ടാക്കാനും ഒക്കെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇന്നിപ്പം കുറച്ച് ചീസ് ഉണ്ട്, അപ്പം നമുക്ക് അതും കൂടെ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം മാവ് ഒഴിച്ചു, കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ തെള്ളി കിടക്കുന്നുണ്ട്, അതിലേക്ക് നോക്കണ്ട നിങ്ങൾ. കുറച്ച് ചീസിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചു. എഗെയിൻ ആ ചീസിൻ്റെ പീസസ്, ഇത് ചീസിൻ്റെ ഷീറ്റാണ് കേട്ടോ. ആ ഷീറ്റ് എടുത്തിട്ട് അതിന് ജസ്റ്റ് മുറിച്ചിട്ട് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരുപാടായിപ്പോവും. ഇത് ആവശ്യത്തിനുള്ള 2-3 കഷ്ണം എടുത്ത് അതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. ആ ഒരു ആവിയിൽ കിടന്നിട്ട് തന്നെയാണ് വേവണത്. ഇനി ഇത് മറച്ചിടാൻ പറ്റില്ല, മറ്റേത് നമ്മൾ മറച്ചിട്ട പോലെ, കാരണം ചീസ് ചട്ടിയിലേക്ക് പിടിച്ചു പോവും, കേടായിപ്പോവും. അപ്പം നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇനി ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ സോസാണ് സാധാരണ ഉപയോഗിക്കാറ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ രീതിയിൽ കഴിക്കാനായിട്ട്. ഒരു പിസ്സ ടേസ്റ്റൊക്കെ വരും, ഒരു തട്ടിക്കൂട്ട് പിസ്സ എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. ഇവർ അടിപൊളിയായിട്ട് ഇത് കഴിച്ചോളും. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ വലിയവർക്കും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോ വരുന്നുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ എവ്രിവൺ.